വെൽക്കം ടു കുക്ക് ആൻഡ് ടെക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പക്കവടയാണ്. അതിലേക്ക് ആവശ്യമായത് 1 കപ്പ് അരിപ്പൊടി, പിന്നീട് അതിലേക്ക് 2 കപ്പ് കടലമാവ് ആഡ് ചെയ്യുക. പിന്നെ വേണ്ടത് അതിനകത്തേക്ക് വേണ്ട മസാലകളാണ്. ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് 2 ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ദെൻ 2 ടീസ്പൂൺ ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. പിന്നെ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം സാധാ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ദെൻ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഓക്കെ, വെള്ളം ആവശ്യത്തിനനുസരിച്ച് വേണം ആഡ് ചെയ്ത്, ഒരുമിച്ച് എല്ലാ വെള്ളവും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യരുത്. നമ്മൾ കുഴയ്ക്കുന്നതിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്യുക. then അതിനകത്തേക്ക് 1 ടീസ്പൂണോളം ഓയിൽ, ഏത് ഓയിലായാലും കുഴപ്പമില്ല, നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ അതിൻ്റെ 1 ടീസ്പൂണോളം ഒന്ന് ആഡ് ചെയ്യാം. നമുക്കൊന്ന് നമ്മുടെ മാവൊന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. then അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കഴിഞ്ഞ് നോക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് തോന്നും. അതിനുശേഷം നമ്മൾ സേവനിൽ പക്കാവടയുടെ അച്ചിടുക. ഇപ്പോൾ പക്കാവടയുടെ പല ടൈപ്പിലുള്ള സേവേഴ്സ് ഉണ്ടാവും. അപ്പം നമ്മുടെ കയ്യിലുള്ള ഇതാണ്, അത് വെച്ചിട്ട് നമ്മൾ പക്കാവടയുടെ അച്ചിട്ടതിന് ശേഷം നമ്മുടെ മാവ് ആദ്യം പക്കാവടയുടെ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ മാവ് അതിനകത്തേക്ക് ഇടാൻ. അതിനുശേഷം നന്നായിട്ട് അടയ്ക്കുക. ദെൻ നന്നായി ലോക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിന് കുക്ക് ചെയ്യാൻ പോവാം. കുക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നമ്മുടെ പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്യാം. നമുക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓയിൽ നന്നായിട്ട് ചൂടാവണം. നന്നായി ചൂടായതിന് ശേഷം മാത്രം സേവനാഴി ഉപയോഗിച്ച് മാവ് നമുക്ക് നല്ല ഷേപ്പിൽ ഓയിലിലേക്ക് ആഡ് ചെയ്ത്, അപ്പം നമ്മൾ ആദ്യം തന്നെ സ്പൂണിട്ടോ ഒന്നും ഇളക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഷേപ്പ് അങ്ങ് മാറിപ്പോവും. അതായത് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേപ്പിൽ കിട്ടില്ല. ഒരു വശം നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ പ്ലക്കർ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് തിരിച്ചിടാം. നമ്മുടെ അടുത്ത വശം നന്നായി ക്രിസ്പി ആവണം. അതിനുശേഷം നമുക്ക് 2 വശവും നല്ല ക്രിസ്പി ആയതിന് ശേഷം നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തേക്കൊക്കെ ഒന്ന് എണ്ണയൊക്കെ പിടിക്കാൻ പാകത്തിന് എല്ലാത്തിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ദെൻ അതിന് ശേഷം നമുക്ക് ഇത് ഒരു ഓയിൽ പേപ്പറിലേക്ക് നമുക്കിതിനെ മാറ്റാം. എല്ലാം ഓയിൽ പേപ്പറിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ദെൻ ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ടാവും. നല്ല ചൂടൊക്കെ ആറിക്കഴിഞ്ഞ് നല്ല കറുമുറുന്നുള്ള പക്കാവട റെഡി ആയിരിക്കും. ഈ പക്കാവട നമുക്ക്